ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എനിക്ക് നീ എന്തൊരു ലോക്കൽ ഡ്രസ്സൊക്കെ ഇടുന്നത് ഇപ്പൊ എന്താണ് ഞാൻ കണ്ടില്ലേ എന്റെ വീട്ടിലിരിക്കുക 999 ടോപ്പായത് ഞങ്ങൾ ഫ്രണ്ട്സ് മാക്സ് അങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊക്കെ ഞങ്ങൾ മേടിക്കുള്ളൂ. എന്ത് പൊട്ട ഡ്രസ്സാണ് ലോക്കൽ ഒന്നുമല്ല, 400 രൂപ ടോപ്പാ. 400 രൂപ നല്ല റിച്ച് ആയിട്ട് നടക്കണോടി ഇതേപോലെ ലോക്കൽ സാധനം. നോക്കട്ടെ, ആ ഇത് എടി വേറൊരു ഫോൺ കവർ ഉണ്ട് ഞാൻ ഇട്ടേക്കണുണ്ട്. എന്റെ ഫോൺ അപ്പുറം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ കവർ കണ്ടാണ്. നല്ല അടിപൊളി മെറ്റലിന്റെ കവർ ഉണ്ട് എന്റെ കയ്യിൽ. നല്ല സ്റ്റൈൽ സാധനമാണ്. ഫോണും കൊള്ളട്ടാ, ഏത് ഐഫോൺ എടുത്തൂടെ, അതല്ലേ നല്ലത്. എന്റെ ഐഫോൺ ആണല്ലോ. എന്ത് പറഞ്ഞാലും പുച്ഛമുള്ള പിന്നെ പുച്ഛമാണോ? കാര്യം പറയുമ്പോ പുച്ഛാണ് അല്ലേ? ആ കേരളം എന്തൊരു ഓട്ടാണല്ലേ. മൈ ഗോഡ്, സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനത്തെ ഡ്രസ്സ് വല്ല ഇട്ടിട്ടായി നിനക്ക് ഇത്ര ചൂട് വന്നേ? ഇങ്ങനത്തെ ഡ്രസ്സാ ഇത്. $200 ഞാൻ അമേരിക്കന്ന് മേടിച്ചതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ചൂടെടുപ്പൊന്നല്ല ഇത്. ഇതിട്ടെങ്കിൽ നല്ല തണുപ്പാ. പക്ഷെ ഇവിടെ എന്തോ ഭയങ്കര ആൾക്കാരും ബ്രഷൊക്കെ ആയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ വെള്ളമൊക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് വന്നേ? ആ ഞാൻ ഈ വെള്ളം കുപ്പി എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. ഇതാണെങ്കിൽ $300 ഞാൻ അമേരിക്കന്ന് മേടിച്ചതാ. ആ നല്ല കോസ്റ്റ്ലി സാധനമാണ്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ഒരു പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കുടിക്കണത്. അത്ര അടിപൊളി സാധനമാണ്. ഞാൻ എല്ലാം അമേരിക്കയിലെ സാധനങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഈ ലോക്കൽസ് കേരളത്തിൽ വന്ന് അങ്ങനെ ലോക്കൽ സാധനങ്ങളൊന്നും മേടിച്ചു ഇത് കണ്ടോ? മനസ്സിലായോ? ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പോയപ്പോൾ പപ്പ മേടിച്ചെന്നതാ. ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്ലി ഐറ്റംസേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് സാധാരണ ഐറ്റം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. എനിക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് ഒക്കെ വരും. ഞാൻ സാധാരണ ബോട്ടിൽ ഒരു ദിവസം വെള്ളം കുടിച്ചിട്ട് ഞാൻ വോമിറ്റ് ചെയ്തു. അയ്യോ സൺസൈക്കപ്പെടും. എക്സാം അടുത്ത ആഴ്ച ലാസ്റ്റ്. എന്റെ ദൈവമേ, അടുത്ത ആഴ്ച എക്സാമിനാണ് നീ ഇപ്പൊ പഠിക്കണായിരുന്നു. ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. ഒരു പ്രാവശ്യമായി റിവേഴ്സ് ചെയ്തിട്ടുള്ളൂ. എന്റെ ദൈവം, എനിക്ക് നമ്മൾ കസിൻസ് ഒക്കെ വല്ലപ്പോഴല്ലേ കൂടാറുള്ളൂ. അപ്പൊ നീ എന്താ എങ്ങനെയാ? എടി എനിക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? ഇപ്പൊ പഠിക്കുന്ന ടൈമല്ലേ? മെഹന്തിയുടെ ഫംഗ്ഷനല്ലേ നടക്കണുള്ളൂ. ഞാൻ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതൊന്ന് റിവിഷൻ ചെയ്തോട്ടെ. ഈ ഒരു പേജും കൂടി കഴിഞ്ഞ് നീ ഒരു പൊട്ടുപോലും തൊട്ടില്ല. അത് ഞാൻ മറന്നുപോയി പെട്ടെന്ന് ഫംഗ്ഷന്. അത് കുഴപ്പമില്ല, ഞാൻ ഫംഗ്ഷന് വരുമ്പോ നോക്കാം. ഫംഗ്ഷന് വരുമ്പോ ഞാൻ ചെറിയ നോട്ടാക്കി എഴുതിയെടുത്തിട്ടുണ്ട്. അതാവുമ്പോ അവിടെ വന്നാണെങ്കിൽ വായിക്കാമല്ലോ. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച, അതിന്റെ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. പഠിപ്പിയാലോ പ്രാന്തരോട്ടാ. ഒന്ന് പോടിയായിരുന്നു. പിന്നെ എന്റെ അച്ഛനമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണ്, ഞാൻ പഠിക്കും. അതല്ലേ എന്റെ ആരടിയത്? അയ്യോ നല്ല കിടക്കാച്ചി ചെക്കൻ. എടി ആരടിയത്? അതപ്പുറത്തെ വീട്ടിലെയാ. എന്റെ അമ്മേ കിടക്കാച്ചി ചെക്കൻ. നാളെ ചെക്കനൊക്കെ ഉണ്ടാവൂലേ? അവരെ കുളിച്ചില്ലേ? ഇതൊക്കെ നാളെ ഒരു ഇങ്ങനെ വായി നോക്കാൻ. എന്റെ അമ്മേ സൗന്ദര്യം ആസ്വദിക്കുന്നത് തെറ്റാണോടി? തെറ്റാണോ? 2 മൊബൈലുകളൊക്കെ എന്തെങ്കിലും നടക്കണേ? ഇത് എന്റെ നോർമൽ ഫോൺ, എല്ലാരും കോൾ ചെയ്യുന്നത്. ഇത് എന്റെ ഓൺലൈൻ പർച്ചേസിനൊക്കെ വേണ്ടിട്ട് ഞാൻ എടുത്തേക്കുന്ന ഫോൺ. ഓൺലൈൻ പർച്ചേസ്? നീ എപ്പോഴും ഓൺലൈനിൽ മാത്രം വാങ്ങിക്കുള്ളൂ? അതേടാ, ഈ ഡ്രസ് കണ്ടില്ലേ? നല്ലല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാ. ഞാൻ അങ്ങനെ ഒന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. കാരണം ഓൺലൈനിൽ റേറ്റ് കുറവിന് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഷോപ്പിൽ പോയി മേടിക്കണേ? നല്ല കുറവുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഒരു ക്യാഷ് കരോ എന്നൊരു ആപ്പിൽ നിന്ന് കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ക്യാഷ് കരോ എന്നൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയപ്പെടുത്തരാം. അപ്പൊ നിങ്ങൾക്കും മേടിക്കാൻ ഡ്രസ്സൊക്കെ അതിനകത്താണ് ക്യാഷ് ബാക്കും കിട്ടും. മനസ്സിലായാ? ക്യാഷ് കരോ അതേതാ? ഞാൻ കാണിച്ചുതരാം. എടി ഇതാണ് ക്യാഷ് കരോ. മിസ്റ്റർ രത്തന്റെ ഫണ്ട് ചെയ്തേക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാഷ് ബാക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്യാഷ് കരോ. ഇതിലെല്ലാ കൂപ്പൺ കോഡുകൾക്കും 30% വരെ ക്യാഷ് ബാക്ക് ലഭിക്കൂടാ. ഇതിലാണെങ്കിൽ അജിയോ, ആമസോൺ, മിന്ത്ര, സെപ്റ്റോ പോലുള്ള പലതരം 1500-ലധികം ബ്രാൻഡുകളിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. എടാ അതുപോലെ തന്നെ നമ്മൾ പല സാധനങ്ങൾ മേടിക്കും, പല ആപ്ലിക്കേഷൻ എടുക്കും അല്ലെ? അത് ഇത് അങ്ങനെ ഒന്നും വേണ്ട. ഈ ക്യാഷ് കരോയിൽ എല്ലാം ഉണ്ട്. നമുക്ക് പലചരക്ക് സാധനങ്ങൾ തുടങ്ങി ഡ്രസ്സ് സാധനങ്ങൾ, എല്ലാ കോസ്മെറ്റിക്സ്, എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷ് കരോന്ന് കിട്ടുന്ന ക്യാഷ് റിയൽ ക്യാഷ് ആണ്. അപ്പൊ നമുക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ആമസോൺ കൂപ്പൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ അജിയോ ഫാഷൻ വഴി നമ്മൾ 50 തുടങ്ങി 80% വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. എടി ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ നിനക്ക് ലിങ്ക് അയച്ചുതരാം. അതിനകത്ത് നീ കയറുകയാണെങ്കിൽ നിനക്ക് അതിന് ഈ ക്യാഷ് കരോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഏതിലാണെങ്കിലും കിട്ടൂട്ടാ. എടി ഞാനിപ്പോൾ അയച്ചു തന്ന ലിങ്ക് വഴിയാണ് നീ കയറി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിനക്ക് നീതു 25 അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് 25 രൂപ ബോണസ് കിട്ടൂടി. അത് കഴിഞ്ഞ ശേഷം നിനക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് അത് നീ സെലക്ട് ചെയ്യാം. അപ്പൊ ഒരു ഓറഞ്ച് ബട്ടൺ വരും. ആ ഓറഞ്ച് ബട്ടൺ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടാണെങ്കിൽ നീ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യില്ല, അത് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ തന്നെ നീ ഇതേപോലെ പർച്ചേസ് ചെയ്യുക, നീ കാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നീ പേയ്മെന്റും കൊടുക്കാം. കണ്ടാ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് ഭയങ്കര എളുപ്പമുള്ള ഇത് എളുപ്പമുള്ള പരിപാടിയാണ്. അതിനുശേഷം നമ്മുടെ ക്യാഷ് കര ആപ്പിച്ചില്ല. അപ്പൊ സൈഡിലാണ് ആയിട്ട് മൈ ഏണിങ്സ് കാണും. അതിനകത്ത് കയറി നോക്കിയാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയേക്കണത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് പൈസ ഇല്ലേ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വഴിയിട്ട് വിഡ്രോ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് മാറ്റുകയോ ചെയ്യാം.
മനസ്സിലായാ? ആ ഞാൻ ഇപ്പൊ തന്നെ ക്യാഷ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് നിന്റെ പോലെ പർച്ചേസ് ചെയ്യാൻ നോക്കട്ടെ എന്നിട്ട് ബാക്കി ക്യാഷ് ബാക്കിന് എഴുതി ഞാൻ. ആയിക്കോട്ടെ, നീ ഇത് 25 വെച്ചോട്ടെ, എന്നാലേ 25 ബോണസ് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെടാ. എടി നിന്റെ മുടി നല്ല ഭംഗിയുണ്ടല്ലോ. മുടിയാ? ഞാൻ എടപ്പള്ളി ഒരു സലൂണിൽ നിന്ന് ഇതാണ്. അല്ലേ ഞാൻ അതാണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവാണ് അവിടെ. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ നിന്നാണ് ചെയ്ത്. നല്ല രസമല്ലേ? ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ മുടി കെട്ടി വെക്കാനും ഒക്കെ സുഖമാണ്. ഇതാവുമ്പോ വലിയ സീനില്ല. ഇങ്ങനെ കെട്ടിയിട്ടാണെങ്കിൽ നമുക്ക് പോവാം. കുളിച്ചില്ലെങ്കിലും ആരും അറിയാൻ പോള. ഇന്നേനെ ഇപ്പൊ ഞാൻ കുളിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എടി നിന്റെ കസിന്റെ കല്യാണത്തിന് നിന്നെ കണ്ടില്ലേ? കസിന്റെ കല്യാണത്തിന് വന്നിരുന്നല്ലോ. അവളുടെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു ചുമന്ന ധാവണിയെ കൊടുത്തു വന്നത്, ചുമപ്പും പച്ചയും കൂടി ഉള്ളത്. നല്ല രസം ഉണ്ടായിരുന്നു. അയ്യോ കല്യാണത്തിന് ഏതൊന്നും പറയണ്ട. അവിടെ ആണെങ്കിൽ വാചകടി നിന്റെ വാല് വെള്ളം പറ്റുള്ള ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു രസമല്ലേ? എടി ആ സുമതി ചേച്ചിയുടെ മുല്ലേ നീ പറഞ്ഞില്ലേ വളയൂലെന്നത്? അവൻ അവിടെ ഒരു പെണ്ണിനെ മേടിച്ചോണ്ട് വർത്താനം പറഞ്ഞോണ്ട് ഇതും ഭയങ്കര ചിരി ആ ഇടയിൽ ഇരുട്ടത്ത്. ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് എല്ലാരും പറയും ഞാൻ ഭയങ്കര എന്തോ ഗോസിപ്പുകാരിയാണ്, എല്ലാവരുടെ കുറ്റങ്ങൾ പറയണമെന്ന്. കാണുന്നത് പറയുമ്പോ എല്ലാവർക്കും കുറ്റം അല്ലേടി? നീ ഇന്നാള് കണ്ടില്ലേടി അവൻ അവിടെ ഒരു വേറൊരു പെണ്ണൊപ്പം വർത്താനം പറഞ്ഞേക്കാൻ നീ കണ്ടില്ലേ? നീ ഇന്നാള് ട്യൂഷൻ പോയപ്പോ കണ്ടില്ലേടി? ഞാനും കണ്ടിട്ടുണ്ട്. അവനൊരു സാധനമാണ്, സൈസ് സ്വഭാവമാണ്, കഞ്ചാവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നാളില്ലേ പോന്നപ്പോ പുക വിടണുണ്ട്, ഇങ്ങനെ മൂക്കി കൂടെയൊക്കെ പുക വിടണുണ്ടിയോ? ആ ലെവലാദ്യാണ് അവൻ. വെറുതെ എന്തിനാടി ആൾക്കാരെ പറ്റി ഗോസിപ്പ് പറയണ? ഗോസിപ്പാ? സത്യം പറയുമ്പോ ഗോസിപ്പാ അല്ലേടി? സത്യം പറയുമ്പോ ഗോസിപ്പ്. എന്റെ വായല്ലേ എനിക്കിങ്ങനെ അധികം കഴിച്ചാലും ദഹനം ശരിയാവില്ല. പിന്നെ ഇതേപോലെ വല്ല പാർട്ടിക്കും അമ്മയുടെ വീട്ടിലും ചേച്ചിയുടെ വീട്ടിലൊക്കെ വരുമ്പോഴല്ലേ ഇതേപോലെ കഴിക്കാൻ വേണ്ടിയുള്ളൂ അല്ലേ? ഒരു ബിരിയാണി ഉണ്ട്, എന്ത് ടേസ്റ്റ് ആണോവോ ആ മലബാറി ദം ബിരിയാണി. ഭയങ്കര ടേസ്റ്റ്. ഞാൻ 1 കിലോ ബിരിയാണി മേടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തിന്നും. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇരിക്കും, എന്നിട്ടാണെങ്കിൽ ബാക്കി എല്ലാവരും ഇരിക്കുള്ളൂ. എന്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങളെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ഇത് കഴിച്ച് അതിന്റെ ഫുഡൊക്കെ തീർന്നു. ഫുഡ് റെഡി ആയിട്ടുണ്ട്, വായോ കഴിക്കാം നമുക്ക്. അന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിക്കാം. അടച്ചു നോക്കാം. മടി കഴിക്കാം. അനിയത്തിന് കല്യാണം ഉറപ്പിച്ചു നിന്റെ? കല്യാണമായി. എവിടേക്കാ കെട്ടിക്കണേ? അങ്കമാലി. ചെക്കൻ എന്ത് ചെയ്യണ? ചെക്കൻ ഡ്രൈവറാണ്. ഡ്രൈവറാ? എന്റെ അമ്മ പറഞ്ഞ അങ്ങനല്ല, ഏതോ പ്രൈവറ്റിലാണെന്നല്ല പറഞ്ഞ. പ്രൈവറ്റില് ഡ്രൈവറാണ്, പ്രൈവറ്റ് ജോലിയല്ല. ഈ ഡെയിലി വേജസിൽ കയറിയേക്കണത് അതാണ്. ലവ് മാരേജ് അറേഞ്ച് മാരേജാ? ലവ് മാരേജ് ആണ്. നമ്മളങ്ങനെ അമ്മക്ക് ഭയങ്കര വിഷമമാണ് ലവ് മാരേജാന്ന് പറയാനായിട്ടേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും അറേഞ്ചിരുന്ന അമ്മ പറയണത്. ഞാൻ പിന്നെ എല്ലാവരോടും കറക്റ്റായിട്ട് സത്യമായിട്ട് പറയുള്ളൂ. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ നിങ്ങളോടൊന്നും അങ്ങനെ പറയാൻ പറ്റൂല. അമ്മ പറഞ്ഞ കേട്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നി എന്തോ വശപ്പശം കിട്ടുന്നു. ഈ വശപ്പശകം അമ്മ വെറുതെ അമ്മ അറേഞ്ചറാന്ന് എല്ലാവരോടും പറയണേ. ചെക്കൻ എന്തോ പ്രൈവറ്റ് ജോലിയാണെന്നൊക്കെയാ പറയണത്. ഡ്രൈവറാണ് ചെക്കൻ. എൻ്റെ ചേട്ടനും അങ്ങനെയാണല്ലോ, എൻ്റെ ചേട്ടന് മുറുക്കാൻ കടയാണല്ലോ. അമ്മ അന്ന് എല്ലാവരോടും പറഞ്ഞിരുന്ന ഷോപ്പിംഗ് മോളെന്നാ, അങ്ങനെ എന്തോ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിരുന്നത്. അമ്മ അങ്ങനെയൊക്കെയാണ് പറയണത്. നമ്മുടെ ഉള്ള സത്യം പറയണ്ടേ? അതുകൊണ്ട് ശരി ശരി ശരി. ഹലോ, എൻ്റെ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാനൊരു ക്യാഷ് കെയർ ആപ്പ് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ആ ക്യാഷ് കെയർ ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വഴി കയറുക, ക്യാഷ് കെയർ ഡൗൺലോഡ് ചെയ്യുക. സൈനപ്പ് ചെയ്യാനായിട്ട് നീതു25 എന്ന് പറഞ്ഞാൽ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 റുപ്പീസ് ഇൻസ്റ്റന്റ് ആയിട്ട് ബോണസ് ലഭിക്കുന്നതാണ്. അതിനുശേഷം ക്യാഷ് കെയർ വഴി ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിന്റെ ഓർഡർ ക്യാൻസൽ ആക്കരുത് കേട്ടോ. ഇതിൽ ലക്കി വിന്നേഴ്സിന് എക്കോ ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 5 അതർ ലക്കി വിന്നേഴ്സിനും സമ്മാനമുണ്ട്. ആമസോൺ വൗച്ചർ 1000 റുപ്പീസിന്റെ ആമസോൺ വൗച്ചറാണ്. അപ്പോൾ വേഗം ആയിക്കോട്ടെ. താങ്ക് യു.